ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും അങ്ങനെ വ്യത്യാസമില്ലാതെ, അതായത് സ്റ്റേറ്റുകളുടെ വ്യത്യാസമില്ലാതെ ജാതിഭേദമന്യേ ആഘോഷമാക്കുക എന്നുള്ളതാണ് പരമപ്രധാനം അല്ലേ. അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെയുള്ള ചടങ്ങുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കൊൽക്കട്ടയിലെ ഒരു ഗ്രാമം ഹെഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് റിൻഡ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വിവാഹങ്ങളുടെ ഒരു പ്രധാന ചടങ്ങാണ് ഹൽദി. ഹൽദി എന്ന് പറയുന്ന ഏർപ്പാട് മഞ്ഞൾ നീരാട്ടം എന്ന് പറയുക. മഞ്ഞൾ ദേഹത്തെല്ലാം തേച്ച് പിടിപ്പിക്കുക എന്ന് പറയും. ഇത് വരൻ്റെ അടുത്ത ബന്ധുക്കളാണ് വരൻ്റെ ചിറ്റയായിട്ട് വരും. അതായത് വരൻ്റെ ചിറ്റപ്പൻ്റെ ഭാര്യ, ഇളയ ചിറ്റപ്പൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. അത് വധുവിനെയും വരനെയും രണ്ടുപേരെയും മൂത്ത് ദേഹത്തൊക്കെ കയ്യിലൊക്കെ കുറേശ്ശെ തേക്കും. അത് എല്ലാവർക്കും അവരുടെ ഷെയറുണ്ട്. അടുത്ത ഒരാൾ റെഡിയായി നിൽപ്പുണ്ട്. മറ്റൊരു ചിറ്റ, അതായത് ഒരു കാക്കി എന്ന് വിളിക്കും. കാക്ക എന്ന് പറഞ്ഞാൽ ചിറ്റപ്പൻ, കാക്കി എന്ന് പറഞ്ഞാൽ ചിറ്റമ്മ. അപ്പോൾ അടുത്ത ആൾ അത് റെഡിയായി കൊണ്ടുവരുന്നുണ്ട് മുഖത്ത് തേക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാവരും അവരവരുടെ ഭാഗം ചെയ്യും. അത് അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരെയും പൂശുക എന്നുള്ളതാണ് അവരുടെ ഒരു രസകരമായ വിനോദമാണ്. അത് നമ്മൾ ഹോളി നോർത്ത് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ദിപാഞ്ചൻ വധു, എൻ്റെ മകൾ പൂജ. അപ്പോൾ ഇത് ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിൽ അവരുടെ വില്ലേജിൽ, അവരുടെ ഗ്രാമത്തിൽ നടക്കുന്ന, അവരുടെ വലിയ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നടക്കുന്ന പരിപാടിയാണ്. ഞാനും അവിടെ ഉണ്ട്. ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ സ്വരമായിട്ടിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ദിപാഞ്ചൻ്റെ കൂട്ടുകാരാണ്, ഫ്രണ്ട്സിനെയും അവരുടെ ദിപാഞ്ചൻ്റെ ചിറ്റ വന്ന് എല്ലാവരുടെയും മുഖത്തും ഒക്കെ കുറച്ച് മഞ്ഞൾ പുരട്ടി രസകരമാക്കുന്നുണ്ട് പരിപാടി. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് മഞ്ഞളിൽ ഏകദേശം എല്ലാവരുടെയും മുഖത്തുണ്ട്. ഈ പയ്യൻ ദീപാഞ്ചൻ്റെ അനന്തരവനാണ്, അതായത് പെങ്ങളുടെ മകനാണ്. അവനും മുഴുക്കനാണ്, ഓടി നടന്ന് ചെയ്യുകയാണ്. ഈ കുട്ടി അവിടുന്ന് മഞ്ഞളെടുത്ത് അടിച്ചുകൊണ്ട് വരുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ മുഖത്ത് തന്നെ കൊണ്ട് തേച്ചു. അങ്ങനെ ഞാനും മഞ്ഞൾ വിഭൂഷിതനായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് എല്ലാവരും എത്തിക്കും അവർ എന്നുള്ളതാണ്. ആരുടെ മുഖത്തില്ല എന്ന് നോക്കി നടക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടാണ് പരിപാടികളൊക്കെ. എല്ലാവരും വളരെ ചിരിച്ച് ഉല്ലസിച്ച് വളരെ സന്തോഷമായിട്ട് ഈ പരിപാടി നടക്കുകയാണ്. അങ്ങനെയാണ് ഈ ചടങ്ങ്. ഇത് നമ്മുടെ നാട്ടിലും ഇപ്പോഴൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇത്തരം പരിപാടികളൊക്കെ. എന്തായാലും ഇതൊക്കെ അതിൻ്റെ ആഘോഷങ്ങളുടെ ഒരു ഭാഗമാണല്ലോ. അപ്പം അത് ഒരു കൂട്ടായ്മയും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ ദേഹത്ത് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിലൊന്നും പുരട്ടാതെ വളരെ സൂക്ഷ്മതയോടെ അവർ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അത്രയൊക്കെ സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഹോളി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലിലാണെങ്കിൽ നമ്മൾ അതുപോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ടേ വരുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് കളറൊക്കെ വീണാലും കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, നമ്മൾ നല്ല വേഷത്തിൽ തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചാണ് അവർ പുരട്ടുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്ത കൂട്ടുകാരുടെ ഊഴമായി അവരും അവരുടെ കൂട്ടുകാരൻ വധു വരനെ മഞ്ഞൾ നീരാട്ട് നടത്തിക്കുകയാണ്. അത് മുഖത്തൊക്കെ നല്ലപോലെ വാരി തേച്ച് പിടിപ്പിക്കുക അവരുടെ ഒരു വിനോദവും രസകരമായ ഭാഗമാണത്. വരൻ്റെ കൂട്ടുകാരാണ് അതെല്ലാം. ഫ്രണ്ട്സിനൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി അത് ചെയ്യുവാനായി അവർ കാത്തിരിക്കുന്ന പോലെയുണ്ട്. എന്തായാലും നല്ല ഒരു രസകരമായ ചടങ്ങ്. നല്ല കാലാവസ്ഥ, മുകളിൽ നല്ല വെട്ടവും വെളിച്ചവുമുള്ള സ്ഥലം. കുഞ്ഞുങ്ങൾ തൊട്ട് ഇത്ര പ്രായമായവരുണ്ട് ഉണ്ടെങ്കിലും അത് ആഘോഷമായി ആനന്ദിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതാണ് അതിൻ്റെ സവിശേഷത. അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും അതിൽ പങ്കാക്കി അത് എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് പുഷ്പ അർച്ചന നടത്തുകയാണ് എല്ലാവരും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വാരി വിതറുകയാണ്. പൂ വിതറി വരന്മാരെ അനുഗ്രഹിക്കുന്ന പോലെ അതോടുകൂടി ആ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹൽദി എന്ന് പറയുന്ന പരിപാടി അവസാന ഭാഗമാണ് ഈ കാണുന്നത്.
എല്ലാവരും പൂക്കളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറുകയാണെങ്കിൽ പൂക്കളൊക്കെ വളരെ റെഡിയാക്കി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ആഘോഷ പരിപാടിയായിട്ട് ഇനി കല്യാണം അടുത്ത ദിവസം നടക്കാൻ പോകുന്നു. മുന്നോടിയായ ചടങ്ങാണിത്. ഇപ്പുറത്ത് വളരെ ആലോചിച്ച് ബാക്കി വന്ന ഈ പൂക്കളെല്ലാം കൂടി ഒരു വശത്ത് ഇങ്ങനെ എത്തിച്ചേർന്നു. എല്ലാവരും ഇടാത്തവരൊക്കെ മാറി മാറി ഓരോരുത്തർ അവരുടെ ഊഴം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പൂക്കളും കൂടി അദ്ദേഹത്തെല്ലാം അവരുടെ വധുവരന്മാരുടെ ഇടയിലേക്ക് ഇടുകയാണ്, ഒരു അനുഗ്രഹവർഷം പോലെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇത് ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെയാണ്. എൻ്റെ ഭാര്യയുടെ അനിയത്തിയും മകനുമാണ് ഇപ്പോൾ പൂക്കൾ ഇടാനായിട്ട് അങ്ങോട്ട് അടുത്ത് പോയത്. മറ്റവരുടെ അവിടെ നിന്നവരെല്ലാം അവരുടെ എല്ലാം ഊഴം കഴിഞ്ഞു. ഏകദേശം പരിപാടി തീരാറായി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാനും എൻ്റേതായിട്ടുള്ള ഊഴം അടുത്തത് ഞാനും പൂത്തു വധുവരന്മാരെ അനുഭവിക്കുമ്പോൾ അതിന് വേണ്ടി കാത്തു നിൽക്കുന്ന പോലെ മറ്റുള്ളവർക്ക് അതൊക്കെ അവിടെ കുരവേടിയിലൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കുരവേടിയിലൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലെ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. ബംഗാളിലെ സ്ത്രീജനങ്ങളെ കുരവിടാൻ മിടുക്കരാണ്. അവരും അങ്ങനെ ഉത്സാഹത്തോടെ അതൊക്കെ ചെയ്യും. എല്ലാ പരിപാടികളും ഉള്ളത്, കല്യാണം വരെയുള്ള പരിപാടികൾ അതൊക്കെ ഉണ്ട്. വിവാഹ ചടങ്ങുകളിലും ഉണ്ട്. മുഹൂർത്ത സമയങ്ങളിലൊക്കെ അങ്ങനെ കുരവിടുന്ന പതിവുണ്ട് അവർക്ക്. ഇത് ചിലപ്പോൾ അവർ മറന്നു പോയതായിരിക്കാം, ഇവിടെ ഉണ്ടോ കിട്ടോ എന്ന് സംശയമുണ്ട് എനിക്ക്. എന്തായാലും വളരെ കാര്യങ്ങൾ അത് നടന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ വശത്ത് നിന്ന് രണ്ടുപേര് ആലോചിച്ചിരുന്നൊരു പരിപാടി പുറവശത്ത് വന്നു. ബാക്കി വന്ന പൂക്കളെല്ലാം കൂടി അപ്പോഴത്തേക്കും ഈ പരിപാടി അവസാനിച്ചു ഏകദേശം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി. വീണ്ടും കാണാം. ജയ് ഭാരത്.